ഹലോ ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് ട്രഡ്ജിങ്ങിൻ്റെ മെഷീനാണ് കണ്ടോ. ഇത് വെച്ചാണ് ട്രഡ്ജിങ് ചെയ്യുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെ ട്രഡ്ജിങ്ങിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഈ പൈപ്പ് നേരെ ഇങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഒരു സ്പ്ലിറ്റ് ബാർജ് അതാ വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പൊസിഷൻ ബാർജ് തൊട്ടടുത്ത് തന്നെയുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഇത്ര അടുത്തെന്ന് പറഞ്ഞാൽ എൻഡ് ഓൺ ഡംപിങ്ങിന് വരുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് സ്പ്ലിറ്റ് ബാർജ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നത്. പൊസിഷൻ ബാർജും തൊട്ടടുത്ത് നിന്ന് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇതാണ് നമ്മുടെ പൊസിഷൻ ബാർജ്. തൊട്ടപ്പുറത്താണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലാണ് എൻഡ് പോർഷൻ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടോ, എക്സ്കവേറ്ററും ലോറികളിലുമായിട്ട് സ്റ്റോണ് വരുന്നു, തരംതിരിച്ചുള്ള സ്റ്റോണ് വരുന്നതും അതെല്ലാം നമുക്കിവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണുന്നൊരു പൊസിഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കണ്ടോ, ഇതാ കാണാം. ഇവിടെ എല്ലാം ഡേ നൈറ്റ് തന്നെയാണ് പണി നടക്കുന്നത്. ഏതാണ്ട് 2500 മീറ്ററിന് പുറത്തായിട്ടുണ്ട് ബ്രേക്ക് വാട്ടർ. നമ്മൾ അന്നൊരു സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ചൊരു മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, അവിടെ ആയിട്ട് സ്റ്റോണുകൾ കൂട്ടിയിട്ടിരുന്ന് കാണാൻ സാധിക്കും. അത് ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ്, ലെവൽ ചെയ്ത് അടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഭാഗത്തെല്ലാം സ്റ്റോണുകൾ പുറത്ത് കൊണ്ട് തട്ടി കൂട്ടിയിരിക്കുന്നത്. ഇതാ ഒരു ബാർജിന് ഇവിടെ ഉണ്ട്, എഞ്ചിൻലെസ് ബാർജ് ഇവിടെ ഉണ്ട്. നമുക്ക് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്ക് നോക്കാം. അതിന് മുന്നേ അതാ എഞ്ചിൻലെസ് ബാർജ് ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് സ്റ്റോണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് പിക്ക് ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തരംതിരിഞ്ഞുള്ള വലിയ സ്റ്റോണുകളാണ് പിക്ക് ചെയ്യുന്നത്. ഈ സ്റ്റോണുകൾ നമുക്ക് ഫില്ല് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഫില്ല് ചെയ്ത് നമുക്ക് നോക്കണം. ഉണ്ടോ, അത് മാത്രമല്ല, അത് ഇപ്പുറത്ത് ഇവിടെ കാണുന്നത് ആക്രോപോഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ക്രെയിനാണ്. ഇത്രത്തോളം ആക്രോപോഡ് ഫില്ല് ചെയ്യാൻ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ പണി 100% ഇത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എൻ്റെ അർത്ഥം. ഇത്രയും സൈഡ് ക്ലിയർ ആയിട്ടുണ്ട്. അതിനാണ് ഫൈനലായിട്ടാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ലോറികളെല്ലാം നിരനിരയായിട്ട് പോകുന്നുണ്ട്. ഇത് വളരെ സാവധാനമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഒന്ന് കണ്ട് മനസ്സിലാകാൻ കൂടി വേണ്ടിയാണ്. ഇത് ബാക്കിയെല്ലാം ബ്രേക്ക് വാട്ടർ ഇവിടെ എല്ലാം 100% കംപ്ലീറ്റ് ചെയ്ത വർക്കുകളുണ്ട് എല്ലാം കണ്ടോ. പിന്നെ ബെർത്തിൻ്റെ പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിതാ കാണുന്നത് ബെർത്തിൻ്റെ പോർഷനിൽ ആ സൈഡിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ വേറൊരു പോർഷനിൽ നിന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നമ്മൾ ബ്രേക്ക് വാട്ടർ പോലെ നമ്മുടെ സ്റ്റോണ് ഫില്ല് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ട്രഡ്ജിങ്ങിൻ്റെ എൻഡ് പോർഷൻ അവിടെയുണ്ട്. ആ ട്രഡ്ജിങ്ങിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും ഈ മണൽ ചോർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിലവിൽ കടലിലേക്ക് തിരിച്ച് മണൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ മൊത്തവും ഇങ്ങനെ ബ്രേക്ക് വാട്ടർ പോലെ ഇങ്ങനെ കെട്ടി നിർത്തുന്നുണ്ടോ. അതിൻ്റെ പണികളും പുരോഗമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഷെൻഹോ 15 തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ ഷെൻഹോ 15 ഉണ്ട്. ഇതാ നമ്മുടെ ടഗ് ബോട്ട് അവിടെ ഉണ്ട്. ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. ഫ്രണ്ട്സ്, ഈ വശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ബെർത്തിൻ്റെ സൈഡിലെ പോർഷൻ കാണാൻ സാധിക്കും. ഷെൻഹോ 15 അവിടെ തന്നെ ഉണ്ട്. 2 ഷിഫ്റ്റ് ഷോർക്ക് അതിനെ ഇറക്കിയിട്ടില്ല. നമ്മുടെ ഷിപ്പിൽ തന്നെയുണ്ട്. ഷെൻഹോ 15 ഉണ്ട്. ഇതാണ് നമുക്ക് ഉണ്ടോ, നമ്മൾ ഈ ബെർത്തിൻ്റെ സൈഡിലായിട്ട് സ്റ്റോണ് ഫില്ല് ചെയ്ത് മീൻസ് ബ്രേക്ക് വാട്ടർ പോലെ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ട്രഡ്ജിങ്ങിൻ്റെ പോർഷൻസ് അവിടെ പോകുന്ന കണക്കാണ്. എൻഡ് ട്രഡ്ജിങ് ഇതാവുന്നുണ്ടോ, ഇവിടെയാണ് ട്രഡ്ജ് ചെയ്ത് വെള്ളവും മണലുമായിട്ട് കലങ്ങി വരുന്നത്. ഇവിടെയാണ് വിടുന്നത്. ഇത് പുറത്ത് കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പോർഷൻ കരിങ്കല്ല് കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ. ഈ സൈഡെല്ലാം ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതാ ഏതാണ്ട് ഹാഫ് പോർഷൻ വെളിയിലായിട്ടുണ്ട് ഫില്ല് ചെയ്ത് വരുന്നത്. ആ പണികളെല്ലാം വളരെ സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചൊരു വ്യക്തമായിട്ടുള്ള വ്യൂ ആണിത്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ടിൻ്റെ ഉൾവശമാണ് നമ്മളീ കാണുന്നത്. നമ്മൾ കാൻറ്റിലിവർ റയൽ മൗണ്ടർ ഗ്രാൻഡ് D01 E01 നമ്മളെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, അവിടെയായിട്ട് 40 ഫീറ്റിൻ്റെയും 20 ഫീറ്റിൻ്റെയും കണ്ടെയ്നർ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറയും പോലെ ഈ പറയുന്ന റയൽ മൗണ്ടർ ഗ്രാൻഡ് ക്രെയിനിൻ്റെയൊക്കെ ക്ഷമത അല്ലെങ്കിൽ
അതിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും നിലവിൽ ഈ കണ്ടെയ്നേഴ്സ് ചെറുതും വലുതുമായി 20 ഫീറ്റും 40 ഫീറ്റും അവിടെ ആയിട്ട് കണ്ടെയ്നർ ചെക്കിങ്ങിനായി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. ഷെൻഹുവ 15 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഉള്ള മാറ്റങ്ങൾ നമ്മുടെ പവർ ബങ്കേഴ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പവർ ബങ്കേഴ്സ് എല്ലാം അവിടെ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. മെയിൻ പവർ യൂണിറ്റും ബാക്കിൽ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ പവർ യൂണിറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നു. റെയിൽസിൻ്റെ പണികളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. അത് മാത്രമല്ല നമുക്കിപ്പോൾ പോർട്ടിലേക്ക് വന്നിട്ടുള്ളത് 2 ഷിഫ്റ്റ് ഓർ ക്രെയിനും 3 കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അർത്ഥം എനിക്ക് തോന്നുന്നൊരു മദർഷിപ്പൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. ആകെ നമ്മൾ ഫസ്റ്റ് ഫേസിൽ 8 ഷിഫ്റ്റ് ഷോർ ക്രെയിനും അത് മാത്രമല്ല 24 കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഫേസിൻ്റെ ഹാഫ് പോർഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി 8 കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും 2 ഷിഫ്റ്റ് ഷോർ ക്രെയിനാണ് നമുക്കുണ്ടായത്. ടോട്ടൽ 10 ക്രെയിൻ. ഇപ്പോഴാണെങ്കിൽ ഏതാണ്ട് 13 യാർഡ് ക്രെയിനും 4 ഷിഫ്റ്റ് ഷോർ ക്രെയിനും. ഒരു വലിയൊരു കപ്പൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി 4 or 5 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ മതിയാവുമായിരിക്കും. അതായത് 4 ക്രെയിനോളം മതിയാവും ഒരു വലിയൊരു ഷിപ്പിലേക്ക് കണ്ടെയ്നർ അൺലോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അതിൽ കൂടുതൽ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 4 ക്രെയിനും 4 ഷിഫ്റ്റ് ഷോർ ക്രെയിനും ബാക്കി യാർഡ് ക്രെയിനുമാണ് ഉപയോഗിക്കാറുള്ളത്. പലരും 5 ക്രെയിൻ എന്നൊക്കെ പറയാറുണ്ട്. അതിൽ കൂടുതൽ ക്രെയിന് ഒരു ഷിപ്പിലേക്ക് ആവശ്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെ ഷിഫ്റ്റ് ഷോർ ക്രെയിന് വളരെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. അതാ ഷിപ്പിൽ തന്നെ ഷിഫ്റ്റ് ഷോർ ക്രെയിനുണ്ട്. പിന്നെ യാർഡ് ക്രെയിന് അതായത് റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിന് 1 ഇറക്കിയിട്ടുണ്ട്. ബാക്കി എണ്ണം അൺലോഡ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് പോയാലേ അടുത്തൊരു വ്യൂയിലേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. ഫ്രണ്ട്സ്, നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കും നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ ബ്രേക്ക് വാട്ടർ പോർഷനിലേക്ക് സ്റ്റോണ് തരംതിരിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ തന്നെ സ്റ്റോണ് എക്സ്കവേറ്റർ ഉപയോഗിച്ച് തരംതിരിക്കും നമ്മൾ കണ്ടായിരുന്നു. ആ സ്റ്റോൺസ് എല്ലാം ലോറിയിൽ കയറ്റി എൻഡ് ഓൺ ഡംപിങ്ങിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഫില്ല് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ലോറികളിലെല്ലാം ഫില്ല് ചെയ്യുന്നുണ്ടോ. വലുതും ചെറുതുമായിട്ടുള്ള കല്ലുകളാണ് ഇവിടെ, വലുതും ചെറുതുമായിട്ടുള്ള സ്റ്റോണുകളാണ് ഇവിടെ ഫില്ല് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഫില്ല് ചെയ്യുന്നുണ്ട് ഉണ്ടോ. 3-4 ലോറികളായിട്ട് വലിയ വലിയ കല്ലുകളാണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബെർത്തിൻ്റെ പോർഷനൊക്കെ അതിന് അടുത്തൊരു വ്യൂയിലേക്ക് ബെർത്തിൻ്റെ പോർഷനിലേക്ക് നമുക്ക് പോകാം. ബെർത്തിൻ്റെ പോർഷനൊക്കെ നാച്ചുറൽ സാൻഡൊക്കെ വിരിച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത് വളരെ ദൂരം നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ഈ പോർഷനൊക്കെ വളരെ ബെറ്റർ ആയിട്ടുണ്ടോ. ഇവിടെ എല്ലാം അതായത് ഈ പോർട്ടിൻ്റെ മീൻസ് ബെർത്തിൻ്റെ ലെവലിലേക്ക് ആ കോൺക്രീറ്റിൻ്റെ ലെവലിൽ തൊട്ട് താഴെ വരെ അത് വളരെ വ്യക്തമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ നല്ല ഇതാണുണ്ടോ. നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാലേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ നിന്നുള്ള വിഷ്വൽസാണ്. ഒരു 3-4 വ്യൂ ഒന്നായിരിക്കും നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക ഉണ്ടോ. ഈ വശത്തോടെ ഒരു കാറ് തന്നെ പോകുന്നത് കാണാൻ സാധിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഒരു വെള്ള കാറുണ്ടോ. ഈ ബെർത്തിൻ്റെ സൈഡിൽ കൂടി ഒരു കാറ് ഇൻസ്പെക്ഷൻ കാറായിരിക്കും, ഓഫീസർമാരുടെ ഇൻസ്പെക്ഷൻ ആയിരിക്കും. അതിനുവേണ്ടിയായിരിക്കും വണ്ടിയിൽ അതുവഴി പോകുന്നുണ്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ മൊത്തവും. ഇതാ വർക്കൊക്കെ നടക്കുന്നുണ്ട് അങ്ങറ്റം. നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട സ്പ്ലിറ്റ് ബാർജ് അതാ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതാണ് ഈ ഒരു വ്യൂവിലെ അപ്ഡേഷൻ. നമ്മൾ അടുത്തൊരു വ്യൂയിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ട്രെഡ്ജ് ചെയ്ത മണൽ വളരെയധികം കൂട്ടിയിട്ടിരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല പോർട്ടിൻ്റെ പണികളെല്ലാം വളരെ സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴും പറയുമ്പോഴല്ല. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് വശത്ത് നോക്കിയാലും കണ്ടോ സ്റ്റോൺസ് എല്ലാം വളരെ വേഗം മാറ്റി ക്ലീൻ ആക്കുന്നു. ഇവിടെ എല്ലാം വളരെ ക്ലീൻ ആക്കുന്നു. മൊത്തം സ്റ്റോൺ മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റോണിൻ്റെ ഒരു മല കാണുന്നൊരു വ്യൂ ഉണ്ട്. അവിടെ എത്തിയാലും നമുക്ക് അടുത്തറിയാൻ പറ്റുള്ളൂ കണ്ടോ. ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ അല്ല, നമ്മളെ ഡ്രഡ്ജിങ്ങിൻ്റെ മണൽ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. അത് മാത്രമല്ല നമ്മളെ റെയിൽസിൻ്റെ പണികളെല്ലാം ഏതാണ്ടൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതിനർത്ഥമാണ് നമ്മുടെ ഈ പറയുന്ന കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E04 E05 എന്നിവ ഏറ്റവും ബാക്കിലേക്ക് മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും റെയിൽസിൻ്റെ പണികളെല്ലാം അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. ഇത്രയും ബാക്കിലോട്ടാണ് ഇത് മൂവ് ചെയ്ത് ഇവിടെയാണ് ആക്കിയിട്ടുള്ളത്. കാരണം ബാക്കിയുള്ള ക്രെയിൻ എല്ലാം വരുന്നതുകൊണ്ട് ഈ ക്രെയിൻസ് എല്ലാം വളരെ ബാക്കിലോട്ടാണ് നീക്കിയിട്ടുള്ളത്. അവിടെ കോൺക്രീറ്റിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഇത് എവിടെ വന്നാൽ കാണാൻ സാധിക്കും.
ഇതാണ് നമ്മുടെ ഈ പോർട്ടിനകത്തുള്ള കുറേ വിഷ്വൽസ്. ഇനി ബാക്കിയുള്ള മാറ്റങ്ങൾ ബെർത്തിൻ്റെ സൈഡിലേക്കുള്ള വർക്കെല്ലാം ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഏതാണ്ട് 350-360 മീറ്ററോളം 350 മീറ്ററോളം പോർട്ട് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വലിലേക്ക് നമുക്ക് പോകാം. അതായത് ഇവിടെ തന്നെ ഇപ്പോൾ നോക്കും, ഇവിടെ എക്സ്കവേറ്റർ വെച്ച് മണ്ണൊക്കെ, അതായത് നാച്ചുറൽ സാൻഡൊക്കെ ലെവൽ ചെയ്യുന്ന ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. വളരെ പെർഫെക്റ്റായിട്ട് ലെവൽ ചെയ്യുന്നു. അതായത് പോർട്ടിൽ നിന്നും എത്ര അടി താഴത്തിലാണ്, അടി ഡിഫറൻസിലാണ് ഒരു ലെവൽ ചെയ്യുന്നത്. കാരണം ആ പോർട്ടിൻ്റെ അല്ല, ബെർത്തിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ ആവശ്യം വരും. അതിനനുസരിച്ചാണ് ഇവർ ഈ പോർഷനൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാ ഇവിടെ നിന്ന് ആ ലെവലിങ് നമുക്കിവിടെ ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ ആ സ്ഥലത്തൊക്കെ ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഇതാ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ എടുക്കുന്ന ഉച്ചയ്ക്ക് 12-12:30 മണിക്കാണ് ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബെർത്തിൻ്റെ സൈഡിലെല്ലാം മണ്ണെല്ലാം മാറ്റി. ഈ പോർഷനിലാണെങ്കിൽ മണ്ണെല്ലാം മാറ്റി വളരെ വേഗത്തിലാണ് ബെർത്തിൻ്റെ സൈഡിലുള്ള പണികളെല്ലാം നടക്കുന്നത്. ഷെൻഫോ 15 ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് ബെർത്തിൻ്റെ സൈഡിലെ നമുക്ക് ഇവിടെ നിന്നുള്ള വിഷ്വൽസ്. വളരെ വേഗം തന്നെ എല്ലാ പണികളും സ്പീഡപ്പ് ചെയ്യാൻ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. അധികം ലാഗൊന്നും ഒരിടത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ഇവിടെ ഈ പോർട്ടിനകത്ത് ഇവിടെ നടക്കുന്ന വർക്കുകൾ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷെൻഫോ 15 നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഈ പോർഷനിലെ വർക്കുകൾ. നമ്മളീ കാണുന്ന പോർട്ടിൻ്റെ ഒരു വ്യത്യസ്തമായ വ്യൂ എന്നാണ് നമ്മളിതും കാണുന്നത്. ഈ ഒരു വ്യൂവും കാണുന്നുണ്ടോ. ഇതും പോർട്ടിൻ്റെ ഓരോരോ ആംഗിളിൽ നിന്നുള്ള ഫുട്ടേജാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളീ കാണുന്നത്. പോർട്ടിൻ്റെ ഉൾവശവും പിന്നെ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്നത് PO ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ നാച്ചുറൽ സ്റ്റോണ് തരംതിരിച്ച് മാറ്റിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഇത് ഇത്രയും മാറ്റിയിട്ടിരിക്കുന്നത് നമ്മുടെ സ്പ്ലിറ്റ് ബാർജിനും എഞ്ചിൻലെസ് ബാർജിലേക്കും സ്റ്റോണ് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ നിരനിരയായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ സ്പ്ലിറ്റ് ബാർജ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഒരു എഞ്ചിൻലെസ് ബാർജ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, സ്റ്റോണുമായിട്ട് പോകുന്നുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഇവിടെ വന്നിട്ട് ഈ ലോറികളിലെ ഇങ്ങനെ നിരനിരയായിട്ട് കൊണ്ടുവന്ന സ്റ്റോണുകൾ ഇതുവഴിയാണ് പോയി സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നത്. ഈ റോഡ് ഇങ്ങോട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട വഴിയിലൂടെ കല്ലുകൊണ്ട് സ്റ്റോൺ കൊണ്ട് പോകുന്നതാണ്. നമുക്കിനി ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ള് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള അപ്ഡേഷൻ വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാ വരുന്ന ഈ പരുന്തുണ്ട്. ഈ പരുന്താണ് അറ്റാക്കിങ് പരുന്ത്. അതായത് മുകളിൽ കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ അള്ളിയിട്ട് പോകും. അപ്പോൾ തലയിൽ എന്തെങ്കിലും തുണി എന്തെങ്കിലും ഇട്ടു എന്നിട്ട് മാത്രമേ മുകളിൽ കയറാൻ പറ്റുള്ളൂ. അത് ഞാനല്ല, ആര് വന്നാലും ഇതാണ് അവസ്ഥ. കുറച്ച് പൊങ്ങിയ സ്ഥലത്ത് കയറി ഇത് അറ്റാക്ക് ചെയ്യും. ഇന്ന് അറ്റാക്ക് ചെയ്താൽ വന്ന വീഡിയോ എടുത്തതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്റ്റോണ് തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ബാക്കിയുള്ള വർക്കെല്ലാം വളരെ സ്പീഡിൽ തന്നെ മുന്നേറുകയാണ്. നമ്മൾ ആ സ്ഥലത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവും, പണ്ട് മുതലേ നമ്മൾ ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ പകുതിക്കും താഴെ എത്തിയിരിക്കുന്നു. ആ മല തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്ലുകളെല്ലാം അതിൻ്റെ ഇടയിൽ നിന്ന് തരംതിരിച്ച് വലുതും ചെറുതുമായിട്ടുള്ള പല സൈസിലുള്ള നാച്ചുറൽ സ്റ്റോൺ തരംതിരിച്ച് ലോറികളിലാക്കി നമുക്ക് എൻഡോ ഡംപിങ്ങിന് കൊണ്ടുപോകുന്ന കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതാ ഇവിടെ നമ്മൾ ഈ ലോറികളിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. പല സ്ഥലത്തും നമ്മൾ ആ എൻഡോ ഡംപിങ്ങിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ. ഈ സ്റ്റോണുകളെല്ലാം ഇവിടെ എല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം ഈ സ്റ്റോണുകളെല്ലാം നമുക്ക് എൻഡോ ഡംപിങ് നമുക്കറിയാം. കാണുന്ന ഇവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ സ്റ്റോണെല്ലാം ഇവിടെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത്. തരം തിരിച്ചാണ് കൂട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരൊറ്റത്തെയും തുടങ്ങാം. നമ്മൾ പണ്ട് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ എടുക്കുന്നത് പോലെ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക് പോകണം. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ അവർക്ക് ഈ അപ്ഡേഷൻ ഇങ്ങനെയൊരു വ്യൂ കുറച്ചുകൂടി ഉപകാരപ്രദവും. സ്ഥിരം കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം നമ്മുടെ അപ്ഡേഷൻസൊക്കെ. നമ്മൾ ഈ കാണുന്ന ലോറികൾ നിരനിരയായി നിൽപ്പുണ്ട്. ഇതവിടെ കാണാൻ സാധിക്കും. ഇത് ഉച്ച വേണ്ട 1 മണി ആയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത്. എന്നാലും ലോറികളിലായിട്ട് ആളുണ്ട്. എക്സ്കവേറ്റർ നിരനിര നിൽപ്പുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമ്മളെ ഫ്രണ്ടിൽ 2 ബോട്ടുകളും പിന്നെ ഒരു എഞ്ചിൻലെസ് ബാർജും നമുക്കിവിടെ കാണാൻ സാധിക്കും. എഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോണ് പകുതിയോളം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോണുകളെല്ലാം പകുതിയായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫുമുണ്ട്. സ്റ്റാഫിന് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക്
ഇഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ നിന്നാണ് നമ്മളെ ലോറികളിലെ കല്ല് സ്പ്ലിറ്റ് ബാർജിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം നല്ലൊരു സ്പ്ലിറ്റ് ബാർജ് അടുത്തുണ്ടോ എന്ന് നോക്കാം. അതാ തൊട്ടപ്പുറത്ത് ഒരു ഇഞ്ചിൻലെസ് ബാർജ് നമ്മുടെ ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ടൈ ചെയ്ത് വലിയ റോപ്പിൽ ടൈ ചെയ്തുകൊണ്ട് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് ഇഞ്ചിൻലെസ് ബാർജ് വരുന്നത്. ഇത് തീർച്ചയായും ഇത് പൂർണ്ണമായിട്ടും കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് ഇഞ്ചിൻലെസ് ബാർജ്. വളരെ കുറച്ച് കിലോമീറ്റർ ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. വലിയ തിരമാലയൊക്കെ ഉണ്ടെങ്കിൽ പാടായിരിക്കും. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ പർപ്പസിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ ബാർജ് നമുക്കിവിടെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. അതൊരു വേറൊരു ചെറിയ ബോട്ടിൻ്റെ സപ്പോർട്ടോടെ തന്നെയാണ് ആ ഇഞ്ചിൻലെസ് ബാർജ് ഇങ്ങോട്ട് വരുന്നുണ്ടോ. ഇതാ വരുന്നത്. ഇത് ഇവിടെ ആയിരിക്കും അടുപ്പിക്കുന്നുണ്ടോ. ഈ ഒരു പോർഷനിലായിരിക്കും ഇത് അടുപ്പിക്കാനാണ് കൊണ്ടുവരുന്നത്. എന്താ ബാർജ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബാർജ് അടുപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ബാർജ് അടുപ്പിച്ച് വരുന്നത് എന്നുള്ളത്. അതിന് മുന്നേ ആയി അത് വരുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബാക്കിയുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആക്രോപാഡ് ഇവിടം തൊട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. എൻ്റെ പോർഷൻ നമുക്ക് നോക്കാം. തൊട്ടപ്പുറത്താണ് എൻ്റെ പോർഷൻ ഫില്ല് ചെയ്തിട്ടുള്ളത്. ലോറികളെല്ലാം നിരനിരയായി പോകുന്നുണ്ട്. ഇവിടെ എല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ ഏതാണ്ട് കംപ്ലീറ്റ് 95% അല്ലെങ്കിൽ 99% ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആക്രോപോഡ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഇങ്ങോട്ട് എല്ലായിടത്തും നോക്കി ഇത് തന്നെയാണ് അവസ്ഥ. ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത് ക്രെയിൻ ഇവിടെ തന്നെയുണ്ട്. ഇതാ ആക്രോപോഡ് ഫില്ല് ചെയ്യണ ക്രെയിൻ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഇഞ്ചിൻലെസ് ബാർജ് ഒന്ന് അവിടെ ഉണ്ട്. അവിടെ നിന്നും എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോൺ കയറ്റി എൻഡ് ഓൺ ഡംപിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോൺ കയറ്റുന്നതും അവിടെ സ്റ്റോണ് കയറ്റി കൂട്ടി വെക്കുന്നതാണ് അവിടെ കാണാൻ സാധിക്കും. കാരണം കറക്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബാർജ് എത്തിയോ നമുക്ക് നോക്കാം. ബാർജ് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ബാർജിന് നമ്മൾ ഈ പറയുന്ന സ്റ്റോണ് കയറ്റാൻ വേണ്ടി അടുപ്പിക്കുന്നത്. ഇങ്ങനെയാണ്. അതാ ബാക്കിൽ നിന്നൊരു ബോട്ട് ഇങ്ങനെ സൈഡിലേക്ക് പ്രഷർ ചെയ്ത് തിരിക്കുവാണ് ആ പറയുന്ന ബാർജിനെ. ഇങ്ങനെയാണ് അതിനെ തിരിച്ചെടുക്കുന്നത്. ഇതിന് എഞ്ചിനില്ല. രണ്ട് ചെറിയ ബോട്ടുകൾ കൂടി ചേർന്നിട്ട് ആ ബാർജിനെ തള്ളി ഈ സ്ഥലത്തേക്ക് കുറച്ച് ഇപ്പുറത്തോട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നവർ. ഈ പോർഷനിലേക്ക് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ബാർജിനെ നമ്മൾ ബെർത്തല്ല ഈ ലോറികളിൽ ലോഡ് ചെയ്യാൻ കണക്കാക്കി ബാർജിനെ അടുപ്പിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് ലെവൽ ചെയ്ത് അടുപ്പിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബെർത്തിൻ്റെ ഇവിടെ നിന്നുള്ള ഈ അകത്തു നിന്നുള്ള വ്യൂ, നമ്മൾ ഈ വശത്തു നിന്നുള്ള വ്യൂ നമ്മളെപ്പോഴും എടുക്കാറുള്ളതാണ്. ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ പണി ഫില്ലായിരിക്കുന്നുണ്ടോ. നമ്മളെ STS ക്രെയിനും നമ്മുടെ ഷെൻഹോ 15 ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നൊരു പൊസിഷനാണത്. STS ക്രെയിനും ഷിപ്പും കാണാം. ഇപ്പോൾ പോർട്ടിൻ്റെ പണികളെല്ലാം ഒതുങ്ങിയപ്പോൾ നമുക്കൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോൾ വളരെ ചെറിയ ഷിപ്പും വലിയൊരു പോർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, പണികളെല്ലാം ഏതാണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഒതുങ്ങി മീൻസ് വളരെ സ്പീഡിൽ തന്നെ പണികളെല്ലാം നടക്കുന്ന കാരണം വ്യത്യാസങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു. പലയിടത്തും മണൽ കൂമ്പാരങ്ങളുള്ളതെല്ലാം ലെവൽ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ബാർജിനെ അടുപ്പിച്ചിരിക്കുന്നു. ഇത് അടുപ്പിച്ചിരിക്കുന്നു. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഈ ബാർജിൽ നിന്ന് അടുപ്പിച്ച് സ്റ്റോണ് ഇറക്കുന്നത്. സ്റ്റോൺ അതിലേക്ക് ഡംപ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത്. ബാർജ് അടുപ്പിക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ വരുന്ന സമയത്തെല്ലാം ബാർജ് അടുപ്പിക്കണമെന്നില്ല. നമ്മൾ വരുന്ന സമയത്തെല്ലാം ബാർജ് അവിടെ കാണും. സ്റ്റോൺ നിറയ്ക്കുന്നതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇന്നാണ് ബാർജ് ഈ പറയുന്ന സ്റ്റോൺ നിറയ്ക്കാൻ അടുപ്പിക്കുന്നത് കാണുന്നത്. ഇങ്ങനെയാണ്. ഇനി ആ സ്ഥലത്തിലെ ടൈയെ കെട്ടി അത് വലിച്ച് ടൈറ്റ് ചെയ്ത്, അതായത് ബാർജ് അനങ്ങാതിരിക്കാൻ വേണ്ടി ടൈ ചെയ്യുന്നു ആ സൈഡിൽ തന്നെ.
എന്നിട്ട് ഇതിലേക്ക് ഇതാ മേളിൽ ലോറി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ കല്ല് ലോറിയിൽ നിന്നും സ്റ്റോണിലേക്ക് ഫില്ല് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ ചെറിയൊരു അപ്ഡേഷൻ. ഇനി തുടർന്നും ഞാൻ വളരെ വേഗം തന്നെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അപ്ഡേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കാത്തത്. വളരെയധികം സോറി, അങ്ങനെ കറക്റ്റായിട്ട് എത്തിക്കാൻ സാധിക്കാത്തത്. ഞാൻ മാക്സിമം അപ്ഡേഷനൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം. പിന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 24ൻ്റെ അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഷെൻഹുവ 24 ഇപ്പോൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഡെസ്റ്റിനേഷൻ ഷാങ്ഹായ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതാ നമുക്ക് കറക്റ്റ് നോക്കിയാൽ നമ്മളെ ചാൻസിങ് ഐലൻഡ്, ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡാണ്. അവിടുത്തെ പോർട്ടിൽ ഇതാ ഈ പോർട്ടിൽ ഇവിടെ തന്നെ ഷെൻഹുവ 24 നിലവിലുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഷെൻഹുവ 29 എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയണം. കാരണം ഇതും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനായി വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 9 ആണ്. ഇതും നിലവിൽ നമ്മൾ പറഞ്ഞ പോലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്താ ഇവിടെ തന്നെ രണ്ട് ഷിപ്പും ചാൻസിങ് ഐലൻഡിൻ്റെ പോർട്ടിനകത്ത് ക്രെയിനുമായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിലേതാണ് വിഴിഞ്ഞത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. വിഴിഞ്ഞത്തേക്കാണോ ഉടൻ തന്നെ ഉള്ളതെന്നും രണ്ടും അറിയില്ല. നിലവിൽ 2 ഷിപ്പും നമ്മുടെ പോർട്ടിൽ തന്നെ, അത് ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഷെൻഹുവ സീരീസിലെ ഷിപ്പുകളുടെ അപ്ഡേഷൻ. ഷെൻഹുവ 15 ഇവിടെയുണ്ട്. ഇങ്ങനെ 3 കപ്പലുകളായിട്ടാണ് മാറി മാറി നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് ക്രെയിനും അതിനോടനുബന്ധിച്ച് എക്യുപ്മെൻറ്റ്സുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതി വിടുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ ആദ്യമായി എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.